ഒരിക്കലും നമ്മൾ പ്രതീക്ഷിച്ചിട്ടുള്ള ഒരു സംഭവമല്ല. ഇത്രയും ഭയങ്കര മാസീവായിട്ടുള്ള ഗെയിൻസ് ഡ്രൈവബിലിറ്റിയിൽ വരും. ഇത്രയും ഒന്നാമത്തെ കാര്യം നമ്മൾ ബിൽഡപ്പ് കൊടുക്കണില്ല. ഇത് ചെയ്താൽ ചിലപ്പോൾ റെഡിയാവും ചിലപ്പോൾ റെഡിയാവില്ല എന്ന് പറഞ്ഞിട്ട് ഇനിയുള്ള ഫ്യൂച്ചർ അതാണ്. അപ്പോൾ അതിലേക്ക് നീങ്ങാതെ വേറെ നിവർത്തിയില്ല. ഹായ് എവരിവൺ, വെൽക്കം ടു എ ന്യൂ വീഡിയോ. ഇന്ന് നമ്മൾ ഫീച്ചർ ചെയ്യുന്നതൊരു ഇഗ്നിസ് ആണ്. നോട്ട് സംതിങ് ദാറ്റ് വി യൂഷ്വലി ഡു. സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന വലിയ വണ്ടികൾ വെച്ച് നോക്കുമ്പോൾ ഇതൊരു കോംപ്രിഹെൻസീവ് ആയിട്ടുള്ളൊരു ഫുൾ ബിൽഡാണ് ഈ വണ്ടിയിൽ നമ്മൾ ചെയ്തേക്കുന്നത്. ദിസ് കാർ ബിലോങ്സ് ടു എ വെരി ക്ലോസ് ഫ്രണ്ട് മൈൻ. പുള്ളിയുടെ ഇതിനു മുന്നേ ഉള്ളൊരു വണ്ടി നമ്മൾ ഫീച്ചർ ചെയ്തിട്ടുണ്ട്. ഒരു ഇസുസുയുടെ എസ് ക്യാബ് നമ്മൾ ഫീച്ചർ ചെയ്തിട്ടുണ്ടായിരുന്നു. സെയിം ആളുടെ വണ്ടി തന്നെയാണത്. ഇതിൽ കോസ്മെറ്റിക്കലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് മോഡ്സ് ചെയ്തിട്ടുണ്ട്. പെർഫോമൻസ് മോഡ്സ് ഇത് AMT വണ്ടിയാണ് കേട്ടോ. ഒരു മറ്റേ 1.2 ലിറ്റർ AMT ഇഗ്നിസ് ആണിത്. എപ്പോഴും നമ്മളുടെ അടുത്ത് വരാറുള്ള ഒരു ക്വറിയാണ് നമ്മൾ ചെറിയ വണ്ടികളൊന്നും ചെയ്യാറില്ല എന്നുള്ളത്. ഓഫ് കോഴ്സ് വി ഡു എവറിത്തിങ്. ഏറ്റവും ചെറിയ വണ്ടികൾ മുതൽ എന്ത് സംഭവം കിട്ടിക്കഴിഞ്ഞാലും വി സ്റ്റാർട്ട് ടു ഡു സംതിങ് വിച്ച് വി ക്യാൻ മേക്ക് ബെറ്റർ ഔട്ട് ഓഫ് ഇറ്റ്. സോ ഈ ഇഗ്നിസിൽ നമ്മളൊരു ഫുൾ ബ്ലോൺ ബിൽഡ് ചെയ്തേക്കുന്ന വണ്ടിയാണ്. ഇതിൽ കോസ്മെറ്റിക്കായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വെറുതെ നോക്കുമ്പോൾ ഒരുപാട് സംഭവങ്ങളില്ല, പക്ഷേ എല്ലാവരും ടേസ്റ്റ്ഫുള്ളി നമ്മളുടെ യൂഷ്വൽ മോട്ടോ പിടിച്ച് ചെയ്തേക്കുന്നതാണ്. അതായത് മാറ്റ് ഫിനിഷ്ഡ് ആയിട്ടുള്ള പോർഷൻസ് എല്ലാവരും നമ്മൾ ഗ്ലോസി ബ്ലാക്ക് ആക്കിയിട്ടുണ്ട്. വണ്ടിയിലുള്ള പെയിൻറ്റ് ജോബ് കറക്ഷൻസ് അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഈ കവേഴ്സ് ആണെന്നുണ്ടെങ്കിലും ഗ്രില്ലാണെന്നുണ്ടെങ്കിലും ഇതാണെന്നുണ്ടെങ്കിലും ഡീക്രോം ചെയ്യാൻ പറ്റുന്ന എല്ലാവരും ഡീക്രോം ചെയ്ത് മാറ്റ് ഫിനിഷ് ഉള്ളത് എല്ലാവരും ഗ്ലോസി ബ്ലാക്ക് ആക്കി. ആൻഡ് വി ഹാവ് ആഡഡ് എ വെരി ഇൻട്രസ്റ്റിംഗ് 15 ഇഞ്ച് വീൽസ് ടു ഇറ്റ്. വണ്ടിയിൽ സ്റ്റോക്ക് വരുന്നത് 15 ഇഞ്ചാണ്. പക്ഷേ അത് ആസ് യൂഷ്വൽ സാധാരണ മാരുതിയിൽ വരുന്ന പോലെ സൈക്കിൾ ടയറിൻ്റെ വീതിയുള്ള ടയേഴ്സാണ് വന്നുകൊണ്ടിരുന്നത്. അത് റിപ്ലേസ് ചെയ്തിട്ട് കോണ്ടിനെൻ്റലിൻ്റെ ഒരു 195 സെക്ഷൻ അൾട്രാ കോണ്ടാക്റ്റ് ടയേഴ്സും ലെൻസോടെ DTM റേസിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡിസൈനിലുള്ള വീൽസ്. ഇത് വളരെ മിക്സഡ് ഒപ്പീനിയൻസ് ആയിരുന്നു ഈ വീല് വാങ്ങിച്ചപ്പോൾ. പക്ഷേ വണ്ടിയിൽ അത് കയറി കഴിഞ്ഞപ്പോൾ കാണാനായിട്ട് അടിപൊളിയായിരുന്നു. കറക്റ്റ് സ്റ്റാൻസാണ്, പ്രോപ്പർ സ്റ്റാൻസാണ്. ഇഗ്നിസിന് എപ്പോഴും ഒരു ഭയങ്കര ഫാൻ ഫോളോയിങ് ഉള്ളൊരു വണ്ടിയാണ്. ഇറങ്ങിയ സമയം മുതൽ എ റഹ്മാൻ്റെ പാട്ട് പോലെ തന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ല. പിന്നെ പതുക്കെ എല്ലാവരുടെയും മുകളിൽ അങ്ങോട്ട് ഗ്രോ ചെയ്യാൻ തുടങ്ങി. ലോകത്തിൽ എവിടെ പോയി കഴിഞ്ഞാലും ഒരു ഇഗ്നിസ് ഫാൻ ഫോളോയിങ് ഉണ്ട്. ജപ്പാനിൽ പോയാൽ പോലും അവിടെയും കുറേ ആൾക്കാർ ഇഗ്നിസ് ഭയങ്കരമായിട്ട് ലവ് ചെയ്യുന്ന ഒരു വണ്ടിയാണ്. സാധാരണ വണ്ടികളുടെ വെച്ച് നോക്കുമ്പോൾ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള മൊത്തത്തിലുള്ള ലൈൻസാണ് വണ്ടിയുടെ. സോ വാട്ട് എവർ യു ഡു ടു ഇറ്റ്, ഇറ്റ് വിൽ ജസ്റ്റ് മേക്ക് ഇറ്റ് ബെറ്റർ. സോ ഈ വണ്ടിയിൽ നമ്മൾ മെയിനായിട്ട് ഈ കോസ്മെറ്റിക് മോഡ്സ് അല്ലാതെ ചെയ്തേക്കുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആസ് യൂഷ്വൽ ഹാർമോണിക്സിൻ്റെ ഒരു ട്യൂൺ വന്നിട്ടുണ്ട്. എല്ലാവരുടെയും അടുത്ത് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കാറുള്ള ഒരു മെയിൻ കാര്യം നാച്ചുറലി ആസ്പിറേറ്റഡ് വണ്ടികളിൽ ട്യൂൺ ചെയ്തിട്ട് കാര്യമില്ല എന്നുള്ളതാണ്. അത് അവസാനമായിട്ട് ജിംനി ചെയ്തപ്പോൾ അതൊരു വാക്കുകൾ വിഴുങ്ങണ്ട വന്നു എന്ന് തന്നെ പറയണം. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ കഴിഞ്ഞ ഒരു 2-3 മാസത്തിനിടയിൽ ഒരു 10-30ഓളം ജിംനിയോളം നമ്മൾ ട്യൂൺ ചെയ്ത് എല്ലാ കസ്റ്റമേഴ്സും ഭയങ്കര ഹാപ്പിയാണ് ഈ ട്യൂണിൽ. അത് ഒരു ഐ ഓപ്പണറായിരുന്നു. അപ്പോൾ വൈ നോട്ട് ഓൺ എ ഇഗ്നിസ് എന്ന് പറഞ്ഞിട്ട് പരീക്ഷണാർത്ഥം ഇതിലൊരു ട്യൂൺ ഡെവലപ്പ് ചെയ്തതാണ്. അൺബിലീവബിൾ ഡിഫറൻസ് ആണ്. ഒരു AMT 1.2 ലിറ്റർ നാച്ചുറലി ആസ്പിറേറ്റഡ് വണ്ടിയിൽ ഇത്രയ്ക്കും ഡ്രൈവബിലിറ്റിയിൽ വ്യത്യാസം വരുത്തുന്ന ഒരിക്കലും പ്രതീക്ഷിച്ചല്ല. ടു എ പോയിന്റ് യു ടേൺ ഒക്കെ എടുക്കുമ്പോൾ നല്ല രീതിക്ക് കാല് കൊടുക്കുകയാണെങ്കിൽ ടോർക്ക് സ്റ്റീർ വരെ ആവും. ഒരിക്കലും നമ്മൾ പ്രതീക്ഷിച്ചിട്ടുള്ളൊരു സംഭവമല്ല. ഇത്രയും ഭയങ്കര മാസീവായിട്ടുള്ള ഗെയിൻസ് ഡ്രൈവബിലിറ്റിയിൽ വരും. എനിക്ക് ഈ വണ്ടി ഡൈനോ ടെസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. പക്ഷേ ഐ എം ഷുവർ ഇതിൽ മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരു 8-10 BHP ആണ് ഗെയിൻ ഉണ്ടാവുള്ളൂ എന്നുള്ള ഉറപ്പാണ്. പക്ഷേ അതെങ്ങനെ ഡെലിവറി ചെയ്യണമെന്നുള്ളതിൽ ഭയങ്കര ഡിഫറൻസ് വന്നിട്ടുണ്ട്. പിന്നെ ആ സ്റ്റേജ് 1 ട്യൂൺ ഇട്ടതിൻ്റെ കൂടെ തന്നെ ഒരു സ്റ്റോക്ക് റിപ്ലേസ്മെൻറ്റ് പാനൽ ഫിൽറ്റർ, BMCയുടെ സ്റ്റോക്ക് റിപ്ലേസ്മെൻറ്റ് പാനൽ ഫിൽറ്റർ ഇട്ടിട്ടുണ്ട്.
പിന്നെ എല്ലാ നാച്ചുറലി ആസ്പിറേറ്റഡ് ജാപ്പനീസ് വണ്ടികൾക്ക് ഇപ്പോൾ സ്ഥിരമായിട്ട് ചെയ്യാറുള്ള ഒരു സംഭവമാണ് പ്ലഗ്സ് റിപ്ലേസ് ചെയ്യൽ. ഈ പ്ലഗ് റിപ്ലേസ് ചെയ്യലും ഒരുപാട് ആൾക്കാരുടെ അടുത്ത് പ്ലഗ് റിപ്ലേസ് ചെയ്യുന്നതിനെ കുറിച്ച് ചോദിക്കുമ്പോൾ വെറുതെ ആൾക്കാരെ പറഞ്ഞ് കളിയാക്കിയൊക്കെ വിട്ടിട്ടുണ്ട്, എന്തിനാണ് വെറുതെ കാശ് കളയണത് എന്നൊക്കെ പറഞ്ഞിട്ട്. ഇപ്പോൾ ഇപ്പോൾ NGKയുടെ റുത്തേനിയം പ്ലഗ്സ് ഇട്ടിട്ടുണ്ട്. ആക്ച്വലി ഇറ്റ് മെയ്ഡ് എ ഡിഫറൻസ്. ബാക്ക് ടു ബാക്ക് നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന വണ്ടികളായതുകൊണ്ട് നല്ല വ്യത്യാസം അറിയാൻ പറ്റുന്നുണ്ട്. ഈ റുത്തേനിയം പ്ലഗ്സിന് നല്ല വിലയുണ്ട്. 4 പ്ലഗ്സിനും കൂടെ കൂടിയിട്ട് ഓൾമോസ്റ്റ് 8,500-9,000 രൂപ എന്തോ വില വരുന്നുണ്ട്. പക്ഷേ വണ്ടി ഐഡിൽ ചെയ്യുമ്പോഴുള്ള സൗണ്ട് മുതൽ ഹയർ റെവ്സിലുള്ള ആക്സിലറേഷനിലുള്ള സൗണ്ട് വരെ വ്യത്യാസമുണ്ട്. ദ വേ ദ കാർ പുൾസ് അതിലും വ്യത്യാസമുണ്ട്. സർപ്രൈസിംഗ്ലി എല്ലാ നാച്ചുറലി ആസ്പിറേറ്റഡ് വണ്ടികൾ ഇതുവരെ ട്യൂൺ ചെയ്തേക്കുന്നത് അൾട്രോസ് ആയിക്കോട്ടെ, ജിംനി ആയിക്കോട്ടെ, ഇഗ്നിസ് ആയിക്കോട്ടെ, എല്ലാത്തിനും ഔട്ട്പുട്ട് 1.2 MPI പോളോ. ഇതൊന്നും നമ്മൾ ഒരിക്കലും ഒരു ട്യൂൺ ഇട്ട് കഴിഞ്ഞാൽ ഇത്രയും ഭയങ്കര ഡ്രൈവബിലിറ്റിയിൽ വ്യത്യാസം ഉണ്ടാക്കുന്ന ഉദ്ദേശിക്കുന്ന സാധനങ്ങളല്ല. പക്ഷേ ആൾക്കാരുടെ സന്തോഷം ഭയങ്കരമാണ്. നമ്മളൊരു ഭയങ്കര വലിയൊരു വണ്ടി ട്യൂൺ ചെയ്തിട്ട് ഇപ്പോൾ ഒരു 50-100 BHP ഗെയിൻ കിട്ടിയെന്ന് പറയുന്നതിനേക്കാളും ഹാപ്പിയാണ്. ഇത്രയും ഒന്നാമത്തെ കാര്യം നമ്മൾ ബിൽഡപ്പ് കൊടുക്കണില്ല. ഇത് ചെയ്താൽ ചിലപ്പോൾ റെഡിയാവും ചിലപ്പോൾ റെഡിയാവില്ല എന്ന് പറഞ്ഞിട്ട് ട്യൂൺ ഉണ്ട്. ചെയ്ത് കഴിഞ്ഞിട്ടുള്ള റിസൾട്ട് കാണുമ്പോൾ എല്ലാവരും ഞെട്ടാണ്. അത് കൂടാതെ ആസ് യൂഷ്വൽ ഈ AMT വണ്ടികളിൽ എല്ലാവരും ചെയ്യാറുള്ള ഒരു മോഡാണ് മറ്റേ പെഡൽ കമാൻഡർ വെക്കൽ. ഇതിലൊരു വിൻ ബൂസ്റ്റർ ആഡ് ചെയ്തിട്ടുണ്ട്. മൾട്ടിപ്പിൾ മോഡൊക്കെ സെലക്ട് ചെയ്യാൻ പറ്റുന്ന വിൻ ബൂസ്റ്റർ ഫോണിൽ ആപ്പും ഉണ്ട്, അതും ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് പെർഫോമൻസ് ഫിഗേഴ്സ് ഞാൻ ബാക്ക് ടു ബാക്ക് ഇനി ഒരു സ്റ്റോക്ക് ജിംനി വെച്ചിട്ട് എനിക്ക് ഡ്രാഗി ഫിഗേഴ്സ് ഒന്ന് നോക്കണം. അത്രയ്ക്കും ഡ്രൈവബിലിറ്റിയിൽ വ്യത്യാസം ഉണ്ടെന്ന് ഉറപ്പാണ്. അപ്പോൾ അത് എത്ര സെക്കൻഡ് ഗെയിൻ ഉണ്ട് എന്നുള്ളത് നമുക്ക് ഒരു ഡ്രാഗി ടെസ്റ്റ് റൺ നടത്തിയിട്ട് നോക്കാം. പിന്നെ അതല്ലാതെ ഈ വണ്ടിയിൽ ചെയ്തേക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ എക്സ്റ്റെൻസീവ് ആയിട്ടുള്ള എന്നാൽ ഒരുപാട് ഓവർബോർഡ് പോവാത്ത ഒരു ഓഡിയോ സിസ്റ്റം ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ സാധാരണ നമ്മൾ ചെയ്യാറുള്ളത് വെച്ചിട്ട് നോക്കുമ്പോൾ സ്ഥിരമായിട്ട് ചെയ്യുന്ന മോസ്കോണി പോലത്തെ ബ്രാൻഡുകൾക്ക് പകരം ഇതിലിപ്പോൾ യൂസ് ചെയ്തേക്കുന്നത് റീകോയിൽ എന്ന് പറഞ്ഞിട്ടുള്ളൊരു അമേരിക്കൻ ബ്രാൻഡിൻ്റെ DSP ആണ്. അത് ഒട്ടും എക്സ്പെൻസീവ് അല്ലാത്തൊരു DSP ആണ്. ഇപ്പോൾ മോസ്കോണിക്കൊക്കെ ഏറ്റവും ചീപ്പസ്റ്റ് DSP സ്റ്റാർട്ട് ചെയ്യണത് 62,000 രൂപയോളം വരുമ്പോൾ റീകോയിലിന് ആകെ വില വരുന്നത് 28,000 രൂപയാണ്. ഇതും 10 ചാനൽ DSP ഉണ്ട്. അതിൽ തന്നെ ആംപ്ലിഫിക്കേഷൻ ഉണ്ട്. RT അനലൈസർ മര്യാദയ്ക്ക് യൂസ് ചെയ്യാൻ അറിയുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ യു ക്യാൻ ഡു എ പ്രിറ്റി ഗുഡ് ജോബ് വിത്ത് ഇറ്റ്. കൺട്രോളർ ഓഫ് കോഴ്സ് ഇതെല്ലാവരും ചൈനീസ് മെയ്ഡാണ്. ഈ മോസ്കോണിയുടെയൊക്കെ വില മാറുന്നതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ആസ് യൂഷ്വൽ സായിപ്പന്മാർ ബിൽഡ് ചെയ്യുന്നതിൻ്റെ ഒരു കാശ് കൂടുന്നതാണ്. വെറാസ് ഇത് ചൈനീസ് മാനുഫാക്ചേർഡ് ആയതുകൊണ്ട് കൺട്രോളറും ഹാർഡ്ലി ഒരു 8,000 രൂപ 10,000 രൂപയും കണ്ടും മൾട്ടി ഇതുള്ള കൺട്രോളർ. ആ DSPയിൽ തന്നെ നമുക്ക് ബ്ലൂടൂത്ത് ഉണ്ട്, ഓപ്റ്റിക്കൽ ഇൻപുട്ട് കിട്ടും. എക്സ്റ്റേണലായിട്ട് ഇനിയിപ്പോൾ ഡാപ്പ് അല്ലെങ്കിൽ ഡാക്ക് കുത്തിയിട്ട് പാട്ട് പ്ലേ ചെയ്യിക്കണമെന്നുണ്ടെങ്കിൽ അത് പറ്റും. ഒരു 3-way സിസ്റ്റമാണ് ചെയ്തേക്കുന്നത്. കയ്യിലുണ്ടായിരുന്ന കുറച്ച് എക്യുപ്മെൻറ്റ്സ് റീയൂസ് ചെയ്തിട്ട് സ്റ്റാർട്ട് ചെയ്ത ബിൽഡാണ്. പിന്നെ ഇത്രയും ചെയ്യുമ്പോൾ ഒരു മിഡ് റേഞ്ചും കൂടെ ആഡ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അധികം എക്സ്പെൻസീവ് അല്ലാത്ത ഒരു ആകെ 15,000 രൂപ വില വരുന്ന ഒരു മിഡ് റേഞ്ച് റീകോയിലിൻ്റെ മിഡ് റേഞ്ച് ആഡ് ചെയ്തിട്ടുണ്ട്. 2-way സിസ്റ്റംസ് കയ്യിൽ ഓൾറെഡി ഉണ്ടായിരുന്ന DLSൻ്റെ 2-way സിസ്റ്റമാണ് യൂസ് ചെയ്തേക്കുന്നത്. മിഡ് ബേസും ട്വീറ്ററും DLSൻ്റെയും മിഡ് റേഞ്ച് മാത്രം റീകോയിലിൻ്റെയുമാണ് വെച്ചേക്കുന്നത്. സബൂഫർ ഒരു ഓഡിയോ സിസ്റ്റത്തിൻ്റെ ഒരു 10 ഇഞ്ച് സബൂഫർ നമ്മൾ മോൾഡ് ചെയ്തിട്ട് ഞാൻ ഡിക്കിയിൽ വെച്ചിട്ടുണ്ട്. അത് പവർ ചെയ്യാൻ വേണ്ടി മാത്രമായിട്ട് ഒരു ഓറയുടെ മോണോബ്ലോക്കും വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ മിഡൂഫേഴ്സും ട്വീറ്റേഴ്സും മിഡ് റേഞ്ചും നമ്മൾ പവർ ചെയ്യണതിൽ ഒരു 4 ചാനൽ ആംപ്ലിഫയറും ഓൾറെഡി കയ്യിലുണ്ടായിരുന്നു. ഏറ്റവും ബേസിക് ആയിട്ടുള്ള പയനിയറിൻ്റെ 7004 എന്ന് പറഞ്ഞിട്ടുള്ള ആ ബേസിക് ആയിട്ടുള്ള ആംപ്ലിഫയറിൽ നിന്ന് ജസ്റ്റ് മിഡ് റേഞ്ചും മിഡ് ബേസും മാത്രം പവർ ചെയ്യുന്നുണ്ട്. ട്വീറ്റേഴ്സ് നേരെ റീകോയിലിൽ നിന്നാണ് പവർ ചെയ്യുന്നത്. റീകോയിലിന് ആക്ച്വലി എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 4 ചാനൽ ആംപ്ലിഫിക്കേഷൻ ഉണ്ട്. അതിൽ നിന്ന് 2 ചാനൽസ് യൂസ് ചെയ്തിട്ട് ട്വീറ്റേഴ്സ് നമ്മൾ പവർ ചെയ്യുന്നുണ്ട്. ബാക്കി എല്ലാവരും എക്സ്റ്റേണൽ ആംപ്ലിഫയേഴ്സ് വെച്ചിട്ടാണ് റൺ ചെയ്യുന്നത്. ഓഫ് കോഴ്സ് ബാക്കിലും സ്പീക്കേഴ്സ് ഉണ്ട്. ആ ബാക്ക് സ്പീക്കേഴ്സും റീകോയിലിൽ നിന്നാണ് പവർ ചെയ്യുന്നത്. സിസ്റ്റം ഇപ്പോഴും ഇതിൽ സ്റ്റോക്കാണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ പ്രൈമറി ആയിട്ട് നല്ല രീതിക്ക് പാട്ട് കേൾക്കാനാണെന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് ഇതിലേക്ക് ബ്ലൂടൂത്ത് മൊഡ്യൂളിലേക്ക് പെയർ ചെയ്യാൻ പറ്റും ഡയറക്റ്റായിട്ട്. അതല്ലാന്നുണ്ടെങ്കിൽ ഡാപ്പ് ഉണ്ട്. ഡാപ്പിൽ നിന്ന് ഡിജിറ്റൽ ഓഡിയോ പ്ലെയറിൽ നിന്ന് ഡയറക്റ്റ് പ്രോസസറിലേക്ക് സ്ട്രീം ചെയ്യാനായിട്ടുള്ള ഓപ്ഷനുണ്ട്. സോ
ആ ഹെഡ് യൂണിറ്റ് വണ്ടിയിൽ വന്നേക്കുന്നത് ഓൾറെഡി ആപ്പിൾ കാർപ്ലേ ആൻഡ്രോയിഡ് ഓട്ടോ ഒക്കെ സപ്പോർട്ടുള്ളൊരു സിസ്റ്റമാണ്. അത് വെറുതെ അത് എടുത്ത് കളയേണ്ട ആവശ്യമില്ല. അതിൽ കുറച്ച് ഇൻഫർമേഷനും സംഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ കുറച്ച് ബുദ്ധിമുട്ടിയാണെങ്കിലും പാട്ട് കേൾക്കാൻ തയ്യാറായിട്ടുള്ളൊരു വ്യക്തിയാണ് ഇതിൻ്റെ യൂസർ. അപ്പോൾ ഹി ഡിഡ് ഇൻ മൈൻഡ്. ഔട്ട്പുട്ട് എങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിലും ഹൈ ലെവൽ ഇൻപുട്ടിനേക്കാളും ബെറ്റർ ഓഫ് കോഴ്സ് DSP കൂടെ പ്ലേ ചെയ്യുമ്പോഴായിരിക്കും. അപ്പോൾ അത് മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. അതല്ലാതെ വണ്ടിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് മോഡ്സ് ഒന്നും വേറെ ചെയ്തിട്ടില്ല. സീറ്റ് കവേഴ്സോ അല്ലെങ്കിൽ അങ്ങനത്തെ കുറേ മോഡ്സ് ഒന്നും ചെയ്തിട്ടില്ല. ജസ്റ്റ് അത്യാവശ്യമുള്ളൊരു സ്റ്റിയറിംഗ് റാപ്പ് ചെയ്തിട്ടുണ്ടെന്നല്ലാതെ വേറെ സംഭവങ്ങളൊന്നുമില്ല. ഐ ജസ്റ്റ് ഗെറ്റ് ടു ദ ഓഡിയോ പാർട്ട് ഓഫ് ഇറ്റ്. വളരെ ബേസിക് ആയിട്ടുള്ള എക്യുപ്മെൻ്റാണ് യൂസ് ചെയ്തേക്കുന്നത്. നമ്മളുടെ പണിയുടെ മികവ് കൊണ്ട് കേൾക്കാൻ വൃത്തിയാക്കുന്ന ഒരു സെറ്റപ്പാണിത്. അതായത് 10,000 രൂപയുടെ സബൂഫർ, 28,000 രൂപയുടെ DSP, 14,000 രൂപയുടെ മോണോബ്ലോക്ക്, 12,000 രൂപയുടെ 4 ചാനൽ. ഇതിലും ചീപ്പറായിട്ടുള്ളൊരു സിസ്റ്റം ബിൽഡ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാണ് ഒരു DSP വെച്ചിട്ട്. ബട്ട് ഇറ്റ് സൗണ്ട്സ് ഇൻക്രെഡിബ്ലി ഗുഡ് ഫോർ ദ എമൗണ്ട് ദാറ്റ് വി ഹാവ് സ്പെൻഡ്. സബൂഫർ കസ്റ്റം മോൾഡ് ചെയ്ത് വെച്ചേക്കുന്നതാണ്. ഇതും എഗെയിൻ ഈ പറഞ്ഞ പോലെ ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ളൊരു പരിപാടിയാണ്. അറ്റ്ലീസ്റ്റ് ഒരു 3-4 ദിവസമെങ്കിലും ഒരു മര്യാദയ്ക്ക് ഒരു സബൂഫർ മോൾഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് ടൈം എടുക്കും. ഇതേപോലെ ബോക്സസ് ആണെന്നുണ്ടെങ്കിലും അടിച്ചുണ്ടാക്കിയെടുക്കാനായിട്ടാണ് നല്ല ടൈം എടുക്കുന്നത്. ഇതെല്ലാവരും പ്രീ പ്ലാൻ ചെയ്ത് കട്ട് ചെയ്ത് ഇത് ഒട്ടിച്ച് ഫിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ല ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ള പരിപാടിയാണ്. ഈ 4 ചാനൽ ആംപ്ലിഫയർ ഓൾറെഡി കയ്യിലുണ്ടായിരുന്നതാണ്. സബൂഫർ ഓൾറെഡി ഈ വണ്ടിയിലുണ്ടായിരുന്നതാണ്. ആകെ DSPയും മോണോബ്ലോക്കും മാത്രമാണ് നമ്മൾ എക്സ്റ്റേണലി വേറെ ആഡ് ചെയ്തേക്കുന്നത്. മിസ് ഔട്ട് ചെയ്ത ഒരു കാര്യം പറയാൻ മറന്നുപോയി. ഇതിന് മുന്നേ ഉണ്ടായിരുന്ന വണ്ടിയിൽ ഒരു അണ്ടർ സീറ്റ് സബൂഫർ ഉണ്ടായിരുന്നു. ആ അണ്ടർ സീറ്റ് സബൂഫർ നമ്മൾ ഈ വണ്ടിയിൽ യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. സോ ആ അണ്ടർ സീറ്റ് സബൂഫർ എന്നും അണ്ടർ പെർഫോമിംഗ് ആയിട്ട് തോന്നിക്കൊണ്ടിരുന്ന ഒരു സാധനമാണ്. അതെന്താ ചെയ്തേക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വണ്ടിയിൽ അത് ഫ്രണ്ട് സീറ്റിൻ്റെ അടിയിൽ നമ്മൾ മൗണ്ട് ചെയ്തേക്കാണ്. മിഡ് ബേസിന് കുറച്ച് എൻഹാൻസ്മെൻറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്താ വെച്ച് കഴിഞ്ഞാൽ ആ സബൂഫർ ശരിക്കും പറഞ്ഞാൽ സോണിയുടെ ഒരു അണ്ടർ സീറ്റ് സബൂഫറാണ്. അത് അധികം ലോ ഒന്നും പോകുന്നില്ല. ശരിക്കും ഒരു സബ് വർക്ക് ചെയ്യേണ്ട ഫ്രീക്വൻസിയിലോട്ട് അത് എത്തണില്ല. RTL നോക്കുമ്പോൾ തന്നെ അറിയാം അത് അതിനെക്കൊണ്ട് പണിയെടുപ്പിച്ചിട്ട് അതിന് പറ്റണില്ല. പക്ഷേ എന്നാൽ അതിൻ്റെ മിഡ് ബേസ് ഹാൻഡ്ലിങ് വളരെ ഡീസൻ്റ് ആയിരുന്നു. അതെടുത്തിട്ട് നമ്മൾ സീറ്റിൻ്റെ അടിയിൽ കയറ്റി. സോ ഇതിലിപ്പോൾ 2 സബ്ബുണ്ട്. ഒരു മെയിൻ സബ്ബും ഒരു ഫ്രണ്ട് സബ്ബും ഉണ്ട്. ഫ്രണ്ട് സബ്ബ് ശരിക്കും ആ മിഡ് ബേസ്, അതായത് ഡോറിൻ്റെ അകത്ത് നമ്മൾ ഭയങ്കരമായിട്ട് ബേസ് ഉണ്ടാക്കാൻ നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര ക്യാൻസലേഷൻസ് വരും. അപ്പോൾ ആ ഫ്രണ്ട് ഡോറിൽ നിന്നുള്ള വൈബ്രേഷൻസും ഒരുപാടുള്ള ബേസും കൊണ്ടുള്ള ക്യാൻസലേഷൻസും ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ആ ഡ്യൂട്ടി കുറേ നമ്മൾ ഈ സോണിയുടെ അണ്ടർ സീറ്റ് സബൂഫറിനെ കൊണ്ട് എടുപ്പിക്കുകയാണ്. സോ അതൊരു ഡിഫറെൻറ്റ് ഫീലാണ്. സാധാരണ ഒരു നോർമൽ ജസ്റ്റ് ഒരു സബൂഫർ മാത്രം വെച്ചിട്ടുള്ളൊരു ബിൽഡ് നോക്കുമ്പോൾ ഒരു ഫ്രണ്ട് സബൂഫറും കൂടെ ഫയർ ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എക്സ്ട്രാ എൻഹാൻസ്മെൻറ്റ് ഉണ്ടോയെന്ന് ചോദിച്ചാലുണ്ട്. പക്ഷേ ഈ വണ്ടിയിൽ അത് ഭയങ്കര രസമായിട്ട് തോന്നുന്നുണ്ട്. ഇറ്റ് ഡസ് നോട്ട് വർക്ക് വെൽ ഇൻ ഓൾ ദ കാർസ്, അതും കൂടെ സത്യമായിട്ടും പറയാം. പക്ഷേ ഈ വണ്ടിയിൽ അത് കേൾക്കാൻ നല്ല വൃത്തിയുണ്ട്. ഇതിൽ ഇൻറ്റീരിയേഴ്സിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രിറ്റി പ്ലെയിൻ ജെയിൻ. ആകെ ആഡ് ചെയ്തേക്കുന്ന ഒരു സ്റ്റിയറിംഗ് റാപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. പില്ലേഴ്സ് അലക്കാൻട്രയിൽ കവർ ചെയ്തിട്ടുണ്ട് 3 വേ ചെയ്തേക്കുന്നതിന് വേണ്ടിയിട്ട്. അതുകൂടാതെ വിൻ ബൂസ്റ്റർ ഉണ്ട്. ഒരു കൺട്രോളർ, DSPയുടെ കൺട്രോളറാണ്. ഇതിൽ നമുക്ക് വോളിയം അപ്പ് ഡൗൺ കൂട്ടാനും കുറയ്ക്കാനും പറ്റും. അതുകൂടാതെ സോഴ്സസ് മാറ്റാൻ പറ്റും. ഈക്വലൈസർ വേണമെന്നുണ്ടെങ്കിൽ അതും ഇതിൽ നിന്ന് മാറ്റാൻ പറ്റും. ഈ ചൈനക്കാർ ഇതേപോലത്തെ പ്രൊഡക്ട്സ് ഇറക്കാൻ തുടങ്ങിയപ്പോഴത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഭയങ്കര അഫോർഡബിളായി മാറി. അതായത് ഒരു മോസ്കോണിയുടെ അല്ലെങ്കിൽ ഹീലിക്സിൻ്റെ ഒക്കെ ഇതേപോലത്തെ ഒരു കൺട്രോളറിന് മിനിമം ഒരു 40,000 രൂപ 50,000 രൂപ വരുമ്പോൾ ഒരു DSPയും കൺട്രോളറും കൂടെ അത്രയും രണ്ടും കൂടെ കൂട്ടിയിട്ട് അത്രയും വരില്ല. ഇതിന് ഈ കൺട്രോളറിന് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 8,000 രൂപയും ആ DSPക്ക് 28,000 രൂപയും ഉള്ളൂ. സോ ചൈനീസ് ഹൈഫൈ ഭയങ്കരമായിട്ട് കയറി വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണിത്. എല്ലാവരും ഇപ്പോൾ ആ ഒരു പ്രൈസ് റേഞ്ച് പിടിക്കാനായിട്ട് ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുകയാണ്. സായിപ്പന്മാർക്ക് പറ്റൂല. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ലേബറും അവരുടെ പേയും വെച്ചിട്ട് അവർ ഇതേപോലത്തെ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അവിടെ എത്തില്ല. അതുകൊണ്ട് മിക്കവാറും മാനുഫാക്ചറേഴ്സ് എല്ലാവരും ഇതേപോലത്തെ ഒരു ചീപ്പർ ആൾട്ടർനേറ്റീവ് ചൈനയിൽ ഡെവലപ്പ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഇനിയുള്ള ഫ്യൂച്ചർ അതാണ്. അപ്പോൾ അതിലേക്ക് നീങ്ങാതെ വേറെ നിവർത്തിയില്ല. ഇതിൽ ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള ഓഡിയോ സെറ്റപ്പ് അല്ല ചെയ്തേക്കണമെന്നുണ്ടെങ്കിലും
ആവശ്യത്തിനുള്ള ഒരു കാര്യത്തിലും നമ്മൾ സ്കിമ്പ് ചെയ്തിട്ടില്ല. അതായത് ഈ ഡോറൊക്കെ ഡെഡനിങ് എന്ന് പറഞ്ഞാൽ ഹെവി ആയിട്ട് ഡോറ് ഡാമ്പ് ചെയ്തിട്ടുണ്ട്. അകത്ത് 2, 3, 4 ലെയറോളം ഡാമ്പിങ് ഡോസിലുണ്ട്. ഫ്ലോറ് കംപ്ലീറ്റ് ഡാമ്പ് ചെയ്തിട്ടുണ്ട്. ആകെ റൂഫ് മാത്രമേ ഇനി ഇതിൽ ചെയ്യാനായിട്ട് ബാക്കിയുള്ളൂ. റൂഫ് അഴിക്കേണ്ട വന്നില്ല, അതുകൊണ്ട് ചെയ്തില്ല. റൂഫ് അഴിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ ഇതിൻ്റെ കളറൊന്നും മാറ്റാത്തത് കൊണ്ട് ഇത് ചെയ്യാൻ നിന്നില്ല. പക്ഷേ ഫ്ലോറൊക്കെ കംപ്ലീറ്റ് ഡാമ്പ് ചെയ്തേക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബോഡിയിൽ സബ് വൂഫേഴ്സ് മൗണ്ട് ചെയ്തേക്കുന്നത് കൊണ്ടും ഫ്ലോറിൽ ഒരു എക്സ്ട്രാ സബ് വൂഫറും കൂടെ ഉള്ളത് കൊണ്ട് വൈബ്രേഷൻസ് എങ്ങനെയാണെന്നുണ്ടെങ്കിലും ക്രീപ്പപ്പ് ചെയ്യും. പിന്നെ ഓഫ് കോഴ്സ് നമ്മുടെ ജാപ്പനീസ് ബിൽഡ് ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ജർമ്മൻ ബിൽഡ് ക്വാളിറ്റി അല്ല. പാനൽ പീസസ് ഇളക്കം, വൈബ്രേഷൻ, ഒച്ചപ്പാട്, ബഹളം അതൊക്കെ എക്സ്പെക്റ്റ് ചെയ്യേണ്ടതാണ് ഇതേപോലത്തെ കട്ട് പ്രൈസ് കാറുകളിൽ. നമുക്ക് ഇന്ത്യയിൽ കിട്ടുന്ന വണ്ടികൾ ഇവിടുന്ന് തന്നെ മാനുഫാക്ചർ ചെയ്തിട്ട് ജപ്പാനിലേക്ക് പോകുമ്പോൾ അതിൽ അറ്റ്ലീസ്റ്റ് ഒരു 50 കിലോയെങ്കിലും വെയിറ്റെങ്കിലും കൂടുതലുണ്ടാവും. അങ്ങനെയാണ് ജനറലി കണ്ടുവരുന്നൊരു സ്വഭാവം. അപ്പോൾ നമുക്കെപ്പോഴും ഷോർട്ട് ചേഞ്ച് ചെയ്തിട്ടുള്ള കുറച്ച് സാധനങ്ങൾ കുറച്ചിട്ടുള്ള പ്രൊഡക്റ്റ്സ് ആയിരിക്കും കിട്ടുന്നത്. സോ അത് അറസ്റ്റ് ചെയ്യാനായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇതിൽ ചെയ്തിട്ടുണ്ട്. ലെറ്റ്സ് റാപ്പ് ദിസ് വീഡിയോ അപ്പ്. ഇതിൽ ടോട്ടൽ ബിൽഡിൻ്റെ കോസ്റ്റ് വന്നിരിക്കണ അപ്രോക്സിമേറ്റ്ലി ലെസ് ദാൻ 1.5 lakh റുപ്പീസാണ്. ഇതേപോലത്തെ ലോ കോസ്റ്റ് DSP ബിൽഡുകൾ കാണാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ പ്ലീസ് ഡു കമൻറ്റ് ഇൻ ദ വീഡിയോ. അതോ ഹൈ എൻഡ് ബിൽഡുകൾ കാണാനായിട്ടാണോ കൂടുതൽ താല്പര്യം എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ഞങ്ങൾക്ക് ജസ്റ്റ് ഫോർ ഇൻഫർമേഷൻ സേക്ക് ഒന്ന് അറിയിക്കുക. താങ്ക് യു സോ മച്ച് ഫോർ ബീയിങ് വിത്ത് അസ്. ഹാവ് എ നൈസ് ഡേ.